ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന സംസ്ഥാനം ഗുജറാത്തിനെ പറ്റിയാണ്. ഗുജറാത്ത് നിലവിൽ വന്ന വർഷം 1960 മെയ് 1. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ. ഹൈക്കോടതി അഹമ്മദാബാദ്. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹം. ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫെമിൻഗോ, വലിയ അരയന്ന കൊക്ക്. ഔദ്യോഗിക പൂവ് മേരിഗോൾഡ്. പ്രാചീന കാലത്ത് ഗുജറാത്ത് അറിയപ്പെടുന്ന പേര് ഗുർജരം. ഗുജറാത്ത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇതിഹാസങ്ങളുടെ നാട് എന്നാണ്. കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്, 1600 കിലോമീറ്റർ. മറ്റൊരു പ്രത്യേകത, സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ കൂടുതൽ ഉപ്പ്, നിലക്കടല, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ധവള വിപ്ലവം ആദ്യമായി ഉള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ധവള വിപ്ലവം കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് വർഗീസ് കുര്യൻ. ആദ്യ വിൻഡ് ഫാം ഗുജറാത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യ മിൽക്ക് ATM ഗുജറാത്തിലാണ് ഉള്ളത്. ഗുജറാത്തിൻ്റെ ചില നൃത്തരൂപങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ദാണ്ടിയ, ഗർബ, രാസലീല എന്നിവയാണ് ഗുജറാത്തിൻ്റെ നൃത്തരൂപങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം ഗുജറാത്തിലാണ്. അതിൻ്റെ നായകൻ ഗാന്ധിയായിരുന്നു. ഗുജറാത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആനന്ദീബെൻ പട്ടേൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ചാണ്. അത് ഗുജറാത്തിൽ ആണ് നിലകൊള്ളുന്നത്. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യം പാകിസ്ഥാനാണ്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ ഗീർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായ വർഷം 2021 ജനുവരി 21. കൂടുതൽ കാലം ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്, 2001 മുതൽ 2014 വരെ. ഇനി നമുക്ക് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില സ്ഥലങ്ങൾ ഒന്ന് പരിശോധിക്കാം. അലാങ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപ്പലുകളുടെ ശവപ്പറമ്പ്. ശാരദാമഠം. ശങ്കരാചാര്യർ ഗുജറാത്തിൽ ദ്വാരകയിൽ സ്ഥാപിച്ച മഠമാണ് ശാരദാമഠം. സിന്ധു നദി സംസ്കാരത്തിൻ്റെ ലോത്തൽ ധോളവീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് ലോത്തലും ധോളവീരയും. കത്തിയാവാഡ്. തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യമാണ് കത്തിയാവാഡ്. ഗുജറാത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യമായി അഹമ്മദാബാദ് ഗുജറാത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു അഹമ്മദാബാദ്. അഹമ്മദാബാദിൻ്റെ ആദ്യ പേര് കർണാവതി എന്നാണ്. നിയമവ്യവസായ തലസ്ഥാനം ആണ് ഗുജറാത്തിൻ്റെ നിയമവ്യവസായ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവ അഹമ്മദാബാദിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മിൽ സമരം നടന്നത് അഹമ്മദാബാദിലാണ് 1918. മൊറാർജി ദേശായി അന്ത്യവിശ്രമം കൊള്ളുന്ന അഭയഘട്ട് ഗുജറാത്തിലാണ്.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. 2017 അടുത്ത ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വഡോദര. വഡോദരയുടെ പഴയ പേര് ബറോഡ എന്നാണ്. ആദ്യ 4-വരി പാത വഡോദരയിലാണ് സ്ഥാപിച്ചത്. അത് വഡോദര മുതൽ അഹമ്മദാബാദ് വരെ നീളുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വഡോദര ആണ്. ബറോഡ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം സഹീർ ഖാനാണ്. അടുത്ത പ്രധാനപ്പെട്ട ഗുജറാത്തിലെ സ്ഥലമാണ് സൂററ്റ്. സൂററ്റ് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നു. അടുത്ത സ്ഥലം ഗാന്ധിനഗറാണ്. ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനമാണ്. 1970 മുതലാണ് ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ആയത്. അടുത്തത് പോർബന്ദറാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചത് പോർബന്ദറിലാണ്. അടുത്ത സ്ഥലം ജുനഗഡ്. ഇന്ത്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിലായി ചേർന്ന നാട്ടുരാജ്യം. ഗുജറാത്തിൽ ഉള്ള കുറച്ച് തുറമുഖങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്ന് ലോത്തൽ, കാണ്ടല, പിനപ്പാവ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഗുജറാത്തിലെ ചില സ്ഥലങ്ങളാണ്. അതിൽ ഒന്ന് റാണി കി വാവ്. 2014 ആണ് ലോക പൈതൃക പട്ടികയിൽ റാണി കി വാവ് ഇടം പിടിച്ചത്. പിന്നെ ചാമ്പനീർ പുരാവസ്തു പാർക്ക് 2004. അഹമ്മദാബാദ് 2017. ധോളാവീര 2021 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ഇനിയും നമ്മൾ പരിചയപ്പെടുന്നത് ഗുജറാത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതിൽ ഒന്ന് അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അടുത്തത് അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ് വർഗീസ് കുര്യൻ അമൂൽ സ്ഥാപിച്ചത് ഗുജറാത്തിൽ 5 ദേശീയോദ്യാനങ്ങളുണ്ട്, 4 നദികളുണ്ട്. 4 നദികളുടെ പേര് മാഹി, സബർമതി, താപ്തി, നർമ്മദ. തീർത്ഥാടന കേന്ദ്രം 5. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഗുജറാത്തിൽ ജനിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ: സർദാർ വല്ലഭായ് പട്ടേൽ, ബൽവന്ത് റായ് മെഹ്ത, മോദി ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രിയാണ്. വിക്രം സാരാഭായ്, KM മുൻഷി, മഹാത്മാ ഗാന്ധിജി. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.